നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ ഐസിയുവിന്റെ സമീപമാണ് തീപിടുത്തമുണ്ടായത്. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സഹിതം രോഗികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. വെന്റിലേറ്റർ യൂണിറ്റിൽ നിന്നാണ് തീപിടിച്ചതെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുമാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. തീപിടിച്ചത് ഒരു വെന്റിലേറ്റർ യൂണിറ്റിൽ നിന്ന് മാത്രം. കിടക്കയിലേക്ക് തീ പടർന്നില്ല. തീ ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ ജീവനക്കാർ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീ കെടുത്തി. ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ തീ അണച്ചു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, 33 രോഗികൾ ഐസിയുവിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു ദുരന്തമൊഴിവായി എന്ന് ഉറപ്പായും പറയാം. ശ്രീജിത്ത്, തീർച്ചയായും വലിയൊരു അപകടമാണ് ഒഴിവായത്. ഭാഗ്യം കൊണ്ട്, ജീവനക്കാരുടെ സത്വര ഇടപെടൽ കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. കാരണം ആകെ 33 രോഗികൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന വാർഡിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ വാർഡിലെ യൂണിറ്റിലാണ് ഉണ്ടായിരുന്നത്. തീപിടുത്തം ഉണ്ടായ വാർഡിൽ മാത്രം 33 രോഗികളുണ്ടായിരുന്നു. തൊട്ടടുത്ത വാർഡിലെ രോഗികളെയും ഒഴിപ്പിച്ചു. ഈ 2 വാർഡുകളിലും ഈ സർജിക്കൽ വാർഡ് ആയതുകൊണ്ട് തന്നെ തീവ്ര സ്വഭാവത്തിലുള്ള രോഗങ്ങളുള്ളവരാണ് ഉണ്ടായിരുന്നത്. അവരെ പെട്ടെന്ന് ഒഴിപ്പിക്കുക തന്നെ ദുഷ്കരമായിരുന്നു. കാരണം വെന്റിലേറ്ററും മറ്റ് ജീവൻരക്ഷാ ഉപകരണങ്ങളും സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്നവരായിരുന്നു പലരും. അതുകൊണ്ട് തന്നെ ഈ സംവിധാനങ്ങളോട് കൂടി വേണം ഈ രോഗികളെ ഒഴിപ്പിക്കാൻ. എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കാൻ ആശുപത്രി ജീവനക്കാർക്കും പോലീസിനും ഫയർഫോഴ്സിനും സാധിച്ചു. അതാണ് വലിയ അപകടം ഒഴിവാക്കിയത്. വെന്റിലേറ്റർ യൂണിറ്റിൽ നിന്ന് തീ ഉണ്ടായി. തീയോടൊപ്പം പുകയും അവിടെ വമിച്ചു. ഇത് പെട്ടെന്ന് തന്നെ ജീവനക്കാർ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തന്നെ ആ തീ കെടുത്തി. ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ തീ പൂർണ്ണമായും അണച്ചിരുന്നു. പിന്നീട് രോഗികളെ പുറത്തേക്ക് മാറ്റുന്ന ജോലികളാണ് ഫയർഫോഴ്സ് നിർവഹിച്ചതെന്നാണ് ഫയർഫോഴ്സ് ജീവനക്കാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയ, ആളുകളിൽ ആശങ്ക പരത്തിയ ഒരു സംഭവമായി പോയി. മെഡിക്കൽ കോളേജിലെ താരതമ്യേന പുതിയ കെട്ടിടമാണ് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. പഴയ ബ്ലോക്കിൽ നിന്ന് മാറി മെഡിക്കൽ കോളേജിന്റെ ഇടതുവശത്തായി ബഹുനില മന്ദിരമാണ് ഇത്. അടുത്ത കാലത്ത് ഏതാണ്ട് 10-12 കൊല്ലത്തെ പഴക്കം മാത്രമേ ഈ ബിൽഡിങ്ങിനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വയറിങ്ങോ മറ്റു കാര്യങ്ങളോ തീർത്തും പഴക്കമുള്ളതാണെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും എന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന കാര്യം ഇനി പരിശോധിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വെന്റിലേറ്റർ യൂണിറ്റിലെ ഒരൊറ്റ യൂണിറ്റിൽ നിന്ന് മാത്രമാണ് തീ ഉണ്ടായത്. അത് അപ്പോൾ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ ജീവനക്കാർക്ക് കഴിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്ന ആശ്വാസകരമായ വാർത്തയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.